കുമ്പിളപ്പമെന്നും ഇലയുടെയെന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ പരിചിതമായ ഈ ഭക്ഷണത്തിനോടുള്ള വിദേശ മലയാളികളുടെ പ്രിയം കണ്ടിട്ടാണ് കോട്ടയം നീലൂരിൽ പ്രവർത്തിക്കുന്ന കർഷകരുടെ കൂട്ടായ്മ ഒരു തീരുമാനമെടുക്കുന്നത്. ഇലയട വിദേശത്തേക്ക് കയറ്റി അയക്കുക. അങ്ങനെ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങി നിന്ന കോട്ടയത്തിൻ്റെ കുമ്പിളപ്പം യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പറന്നു. പിന്നെ നടന്നത് ചരിത്രം. നാട്ടിൽ 12 രൂപയുള്ള കുമ്പിളപ്പം വിദേശത്തേക്ക് എത്തുമ്പോൾ 35 രൂപയാകും. ഇതിനാവശ്യമായ ഇല 1 രൂപ നിരക്കിൽ കർഷകരിൽ നിന്ന് ശേഖരിക്കും. ചക്കപ്പഴമാണ് കുമ്പിളപ്പത്തിൻ്റെ പ്രധാന ചേരുവ. കുമ്പിളപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ 2 തരത്തിലുണ്ടാക്കുന്നുണ്ട്. ഒന്ന് റവ അരിയും കൂടെ മിക്സ് ചെയ്തും പിന്നെ റവ തനിച്ചാണ്. ഡെയിലി നമ്മൾ ഇവിടെ നിന്ന് വരുന്ന 12,500 കുമ്പിളപ്പത്തിന് നമ്മൾ റവ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിന് മെയിനായിട്ട് വേണ്ട ചക്കയുടെ പൾപ്പ്, പിന്നെ തേങ്ങ, ശർക്കര, ഏലക്ക, ജീരകം. പൾപ്പിനകത്തോട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് അത് ഇലക്കകത്ത് കോരി വയ്ക്കുക ചെയ്യുന്നത്. ചക്ക നന്നായിട്ട് വരട്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2-3 ദിവസം ഇരുന്നാൽ ഇത് കേടായി പോകുന്നില്ല. ഇഷ്ടംപോലെ പേര് നമ്മളോട് പറയുന്നുണ്ട് നല്ലതാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളധികം വെള്ളം ഉപയോഗിക്കുന്നില്ല, കൂടുതലും ആ ചക്കയുടെ പൾപ്പിനകത്താണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. കുമ്പിളപ്പത്തിന് ആവശ്യക്കാർ കൂടിയതോടെ 10-ലധികം സ്ത്രീകൾക്ക് സ്ഥിര ജോലിയായി. 680 കർഷകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയാണ് കുമ്പിളപ്പത്തിന്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ പാഴായി പോകുന്ന ചക്കയും അതുപോലെ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യാന്നുള്ള ലക്ഷ്യം വെച്ച് തുടങ്ങിയൊരു പ്രസ്ഥാനം ഇത്. സീസണിൽ 3000 കിലോയോളം ചക്ക ഞങ്ങളിവിടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. വേറെ ഏജൻസികൾക്ക് ഞങ്ങൾ പച്ചച്ചക്ക അരിഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കുമ്പിളപ്പം മാത്രമല്ല, ചക്ക, കപ്പ, തേൻ തുടങ്ങിയവയും സ്ഥാപനത്തിന്റെ ബ്രാൻഡിൽ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പിളപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിക്കുമല്ലേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജോസി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.